കണ്ടന്റ് കാര്യങ്ങളിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണോ? നമ്മുടെ ഊർജ്ജ പ്രഭാവത്തിൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയണ്ടായി മറ്റുള്ള ആൾക്കാരുടെ ശാരീരിക മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളെ മാറ്റുന്നതിനുള്ള കുഞ്ഞു കുഞ്ഞു വ്യായാമങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും മറ്റൊരാളെ സുഖപ്പെടുത്തുന്നതിന് മുമ്പായി നിങ്ങൾ ചികിത്സകനായിട്ടുള്ള നിങ്ങളെ തന്നെ അതൊന്ന് പരീക്ഷിക്കണം, അല്ലെങ്കിൽ പരിശോധിക്കണം. നിങ്ങൾ പരിപൂർണമായും ആരോഗ്യവാന്മാരായിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം മിക്കപ്പോഴും ഇത് രോഗശാന്തിക്ക് വളരെയധികം ഫലം ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരുന്നാലാണ് മറ്റൊരാളെ ആരോഗ്യത്തിൽ നിന്നും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. രോഗിയെ സർവാത്മനാ സഹായിക്കുക എന്ന ആ ഉദ്ദേശശുദ്ധി ഉണ്ടല്ലോ, ആ ഒരു ലക്ഷ്യം, അത് മാത്രമാണ് ഈ കാര്യങ്ങളെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കണേ. നമ്മൾ ഈ രോഗശമന ശുശ്രൂഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുമ്പ് നിങ്ങളിൽ തന്നെ വർദ്ധിച്ച തോതിൽ ആത്മീയ ഊർജം സംഭരിച്ചു വെക്കേണ്ടത് ആവശ്യമാണ്. ഊർജം നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് നിങ്ങൾ ദൃശ്യവൽക്കരണം നടത്തണം. അപ്പോഴാണ് അതിൻ്റെ ശക്തി ഇന്ദ്രിയങ്ങളിൽ അറിയാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. മറ്റൊരാളെ സഹായിക്കുക എന്ന സ്വാർത്ഥമായ ലക്ഷ്യത്തോടെ വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. ഇതുമായി ബോധപൂർവം സ്വയം തയ്യാറാവണം, അല്ലെങ്കിൽ ബന്ധിക്കണം. അപ്പോഴേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രകാരം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾക്കനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാനും നിങ്ങൾക്ക് അതിനെ നിയന്ത്രിക്കാനും സാധിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു 7 to 10 വരെ എണ്ണത്തിൽ വളരെ ആഴത്തിൽ ശ്വസിക്കുക, ഉച്ഛ്വസിക്കുക. ഇത് ചെയ്യുമ്പോൾ ഇരു കൈകളും ആദ്യത്തെ 2 വിരലുകളും തമ്മിൽ ചേർന്നിരിക്കണം. കൈകൾ തമ്മിൽ സ്പർശിക്കരുത്. രോഗശമന ശ്രമത്തിന് അതോടെ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞു എന്നാണ് പറയുക. എന്നിട്ട് നിങ്ങൾ രോഗിയോട് കഴിയുന്നത്ര ശാന്തനാകാൻ പറയുക. കട്ടിലിലെ കിടക്കണ സമയത്ത് വളരെ നിർമ്മലമായിട്ടുള്ള ഒരു തടാകത്തിലോ ഒരു ജലാശയത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവരോട് ആവശ്യപ്പെടണം. ഓരോ ഘട്ടത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ രോഗിയോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് ഇങ്ങനെ പറയുമ്പോൾ ഇത് പെട്ടെന്ന് ഫലത്തിലെത്താൻ, നമുക്ക് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ പെട്ടെന്ന് സഹായിക്കും, നിങ്ങളെ സഹായിക്കുന്നതാണ് കേട്ടോ. രണ്ടാമത്തെ ഘട്ടം വരുന്നത് രോഗിയെ അനുകൂലമായ ഒരു മാനസികാവസ്ഥയിലാക്കിയതിന് ശേഷം ഒരിക്കൽ കൂടി സ്വന്തം ഊർജ്ജ സംഭരണം നിങ്ങൾ ആവർത്തിക്കുക. ഊർജ്ജം മുകളിൽ നിന്ന് പ്രവഹിച്ച് ഹൃദയഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുന്നതായിട്ട് നമ്മൾ ദൃശ്യവൽക്കരണം നടത്തണം. അത് രോഗിയിലേക്ക് പ്രവഹിക്കാൻ നിങ്ങൾ ഒരുക്കമായി തീരുന്നത് വരെ നമ്മുടെ ഈ ഇച്ഛാശക്തി കൊണ്ട് അതിനെ അവിടെ തന്നെ തടഞ്ഞു നിർത്തണം. രോഗമെന്തെന്ന് തീർച്ചയില്ലെങ്കിൽ ഈ ഊർജത്തെ രോഗിയുടെ ഹൃദയഭാഗത്തേക്ക് കടത്തിവിടുക. മുതുകിലൂടെ നട്ടെല്ലിൻ്റെ ഇടതുവശത്ത് തോളെല്ലുകൾക്കിടയിലൂടെയാണ് ഇത് ചെയ്യേണ്ടത്. ഇത് രണ്ട് തരത്തിലാണ് നമുക്കിത് ചെയ്യാൻ സാധിക്കുക. അതൊന്ന് നമുക്ക് സ്പർശനത്തിലൂടെയും ചെയ്യാം, പിന്നൊന്ന് നമുക്ക് പ്രസരണം മുഖേനയും ചെയ്യാം. അപ്പോൾ ഈ സ്പർശം മൂലം നമ്മളിത് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. വലത് കൈയുടെ ചൂണ്ടുവിരലും നടുവിരലും തള്ളവിരലും പരസ്പരം തൊടുവിച്ച് അവ കൊണ്ട് രോഗിയുടെ തോളെല്ലുകൾക്കിടയിൽ നട്ടെല്ലിൻ്റെ ഇടതുവശത്ത് സ്പർശിക്കുക. നിങ്ങൾ സ്പർശിച്ചിരിക്കുന്നത് ഹൃദയ കേന്ദ്രത്തിലാണ്. നിങ്ങൾ സംഭരിച്ചു വച്ചിരിക്കുന്ന ഊർജത്തെ ആ ബിന്ദുവിലൂടെ രോഗിയുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുക. ശരിയായ ദൃശ്യവൽക്കരണം ഇവിടെ അതിപ്രധാനമാണ്. ഒടുവിൽ ശൂന്യമാവാതെ തന്നെ ഒരിക്കലും പറ്റാത്തൊരു ഊർജവാഹിനിയുടെ വാൽവ് തുറന്നു കൊടുക്കുന്നത് പോലെ അങ്ങനെയാണ് നിങ്ങൾ ദൃശ്യവൽക്കരിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ദൃശ്യവൽക്കരണം വ്യക്തമായിരിക്കുന്നിടത്തോളം രോഗിയിലേക്ക് ഊർജം പ്രവഹിച്ചു കൊണ്ടേയിരിക്കും. സാധാരണഗതിയിൽ ഒരു 30-40 സെക്കൻഡ് നേരത്തേക്ക് നിങ്ങൾക്ക് വ്യക്തമായി ദൃശ്യവൽക്കരിക്കാൻ കഴിയും. അത് മങ്ങുകയോ മാറുകയോ ചെയ്താൽ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിട്ട് അതിനുശേഷം ഒരു 5 മിനിറ്റ് വിശ്രമിക്കുക.
പിന്നെ സ്വയം ഊർജം സംഭരിക്കുന്നതിൽ ആരംഭിച്ചുകൊണ്ട് വീണ്ടും ഈ പ്രക്രിയ ആരംഭിക്കാവുന്നതാണ്. സാധാരണഗതിയിൽ 1-2 മണിക്കൂർ ഇടവിട്ട് 3 പ്രാവശ്യം ഈ ഒരു ചികിത്സ ആരംഭിച്ചാൽ 12 മണിക്കൂറിനകം രോഗനിലയിൽ മാറ്റമുണ്ടാവുകയും 24 മണിക്കൂറിനുള്ളിൽ രോഗശാന്തി ലഭിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതൊക്കെ വളരെ ചിട്ടവട്ടങ്ങളിലൂടെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലേ ഇതിന് ഫലം കാണുള്ളൂ, ഇല്ലെങ്കിൽ ഫലം ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക, കേട്ട് മനസ്സിലാക്കി. ഇതൊക്കെ നമുക്കിതിനൊക്കെ വളരെ മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുമ്പോഴും അറിയുമ്പോഴൊക്കെ നമ്മളിതിനെയൊന്നും പുച്ഛിച്ച് തള്ളാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഇത് കേൾക്കുകയും ചെയ്യുക. ഇങ്ങനെ ഉണ്ടല്ലേ എന്ന് മനസ്സിലാക്കി വെക്കാലോ. ഇത് പോയിട്ട് നമുക്കതൊന്നും അറിയാണ്ട്, ഇതിനെപ്പറ്റി ഒന്നും അറിയാണ്ട് നമ്മൾ പരീക്ഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കും ദോഷമാണ്, അപ്പുറത്തിരിക്കുന്ന ആൾക്കും ദോഷമാണ്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ആത്യന്തമായിട്ടുള്ള അടിസ്ഥാന പാഠങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ ഈ വക കാര്യങ്ങൾ പരീക്ഷിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുള്ളതെന്ന് അറിയിക്കുകയാണ് ഞാൻ ചെയ്യണത് കേട്ടോ. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള, വളരെ സന്തോഷവും നമ്മൾ വളരെ ആകാംക്ഷയോട് കൂടിയിട്ടും ചെന്നെത്തിയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യത്തിലേക്ക് പോവാം. അതായത് പ്രസാരണം മുഖേന എങ്ങനെ ഇത് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഇതിൽ സ്പർശനത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ പറയുന്ന ശാരീരികമോ മാനസികവുമായിട്ടുള്ള അസ്വസ്ഥതകളുള്ള ആളെ, രോഗിയെ നമ്മൾ തൊട്ടിട്ട് വേണ്ട ഇത് ചെയ്യാൻ. രോഗിയെ കാണാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങൾ അയാളോടൊപ്പം ഒരു മുറിയിലാണെങ്കിൽ വളരെ നന്നായി. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ബിന്ദുവിലേക്ക് കണ്ണുകൊണ്ട് ഊർജത്തെ നിയന്ത്രിച്ചാൽ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ അകലത്തിരുന്നും ഈ രീതി പ്രയോഗിക്കുന്നതാണ് കേട്ടോ. ഇവിടെ കൈകൾക്ക് പ്രസക്തിയില്ല. എല്ലാം ചെയ്യുന്നത് മനസ്സും നമ്മളുടെ ഇച്ഛാശക്തിയും ഹൃദയവും കൊണ്ടാണെന്ന് മാത്രം. ആത്മീയോർജം സംഭരിക്കുമ്പോൾ ഇച്ഛാശക്തി സജീവമായി തീരും. ആ പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇച്ഛാശക്തിയെ മയക്കി കിടത്തിയിട്ട് സ്നേഹശക്തിക്ക് നമ്മൾ പ്രാധാന്യം നൽകും. മറ്റൊരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആ വ്യക്തിയുമായിട്ട് നമ്മൾ മാനസികമായിട്ട് വളരെയധികം അടുപ്പമുണ്ടാവണം. മനസ്സുകൊണ്ട് അവർക്ക് അസുഖം വരാനല്ല, അവരുടെ അസുഖം മാറണം എന്നുള്ള നമ്മളുടെ മനസ്സിൽ നിന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, ആ ഒരു ആഗ്രഹത്തെ മുൻനിർത്തിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് നമുക്ക് പ്രകടമാക്കാൻ സാധിച്ചാൽ അത് രോഗശമനം തീർച്ചയായിട്ടും പെട്ടെന്ന് സാധിക്കുന്നതാണ്. ഈ തലവേദനയൊക്കെ ഉണ്ടല്ലോ, തലവേദന മാറാനുള്ളൊരു സൂത്രം എങ്ങനെയാ നോക്കേ. സൂത്രം എന്നൊക്കെയാണ് പറയണത്, ഒരു വിദ്യ ഉണ്ട് അതിന്. സൂത്രം തന്നെയല്ലേ പറയുക, അതേ വിദ്യ ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ ജീവദായകങ്ങളായിട്ടുള്ള ആത്മീയ ദ്രാവകങ്ങളുടെ ഒഴുക്കിനെ തടസ്സമുണ്ടാക്കുമ്പോഴാണ് ഈ തലവേദന നമുക്ക് അനുഭവപ്പെടുക. ഇത് സാധാരണഗതിയിൽ വൈകാരിക കാരണങ്ങളായിട്ടാണ് സംഭവിക്കാറുള്ളത്. ആ കാരണങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് കണ്ടുപിടിക്കാം. അവയെ എന്നിട്ട് നമ്മൾ ഉന്മൂലനാശനം ചെയ്യണം. അപ്പോൾ ഇതാണ് തലവേദന പെട്ടെന്ന് പരിഹരിക്കാനുള്ളൊരു മാർഗമെങ്കിലും ഇതിന് വേറുള്ളൊരു ടെക്നിക്ക് ഉണ്ട്. അതും എന്താണെന്ന് വെച്ചാൽ നേരിട്ടുള്ള ആത്മീയോർജ സംക്രമണത്തിലൂടെ തലവേദന താൽക്കാലികമായിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നതിനുള്ള ഒരു രീതി എന്താണെന്ന് വെച്ചാൽ വലത് കൈയുടെ ആദ്യത്തെ 2 വിരലുകൾ തലവേദനയുള്ള ആളുടെ നെറ്റിയുടെ ഇടതുവശത്തും ഇടത് കൈയുടെ ചൂണ്ടുവിരലിൻ്റെയും നടുവിരലിൻ്റെയും തുമ്പുകൾ അയാളുടെ നെറ്റിയുടെ വലതുവശത്തും അമർത്തിപ്പിടിക്കുക. എന്നിട്ട് വലതു കൈവിരലുകളിൽ നിന്ന് ഇടതു കൈവിരലുകളിലേക്ക് ഒരു ഊർജപ്രവാഹം സംഭവിക്കുന്നതായിട്ട് നമ്മൾ ദൃശ്യവൽക്കരിക്കുക. 3-4 മിനിറ്റിനകം ഈ പറയുന്ന തലവേദന പാടേ ഇല്ലാണ്ടാകും. കാരണം ഒഴിവാക്കുക കൂടി ചെയ്താൽ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞ മൂലകാരണം ഉണ്ടല്ലോ, അതിൻ്റെ നമുക്കറിയാവുന്ന തലവേദനയുടെ ഒരു കാരണം ഉണ്ടായിരിക്കാം. ആ കാരണം ഒഴിവാക്കുക കൂടി ചെയ്താൽ പിന്നീട് ഇത് വരുന്നില്ല എന്നാണ് പറയണത്. കാരണമറിയാത്ത തലവേദനയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനെയും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇത് ചെയ്യുന്നതിന് മുമ്പും പിൻപും നിങ്ങളുടെ കൈകൾ കഴുകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
പ്രത്യേകിച്ചും കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടിട്ടുള്ള ചെറു ചൂട് വെള്ളത്തിലാണെങ്കിൽ ഒന്നും കൂടെ നന്നായി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ കൈ കഴുകിയാലും വളരെ നല്ലത്. പിന്നെ അതുപോലെ നമ്മളുടെ ഈ മറ്റുള്ളവരുടെ ശരീരത്തിൽ ഇപ്പോൾ ഈ പറയുന്ന പ്രസന്നവും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ അതിന് ശേഷം മുന്നായിട്ട് കൈകളൊക്കെ നന്നായിട്ട് വൃത്തി കഴുകി തുടച്ച് വൃത്തിയാക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മുടെ മറ്റു ശരീരഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന വേദനകളും മാറ്റുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. എന്നാൽ ശരീരത്തിൽ രോഗത്തിൻ്റെ ആക്രമണം കാര്യമായി ദോഷം ചെയ്തു കഴിഞ്ഞുവെങ്കിൽ ഈ രീതി എന്നല്ല ബാക്കിയുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അത് നമ്മൾ പ്രത്യേകം പറയണം കേട്ടോ. ഉദാഹരണത്തിന് നമ്മുടെ പല്ലുവേദനയുടെ കാര്യമാണെങ്കിലേ, പല്ല് ദ്രവിച്ച് കഴിഞ്ഞിട്ട് വേദന നമുക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ ദ്രവിച്ച് ആകെ കേട് വന്ന് അതിൻ്റെ അകത്തല്ലേ ആകെ പ്രശ്നത്തിൽ ഗുരുതരാവസ്ഥയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പല്ല് പറിച്ച് കളയാതെ നമ്മൾ ഈ വക പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. പിന്നെ ഊർജം പാഴാക്കി കളയുന്നതിനെ കുറിച്ചും കൂടി നമുക്ക് പറഞ്ഞിട്ട് വേണം പോവാൻ കേട്ടോ. നാം എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. ഈ ഊർജം പാഴാക്കി കളയുന്നത് കേട്ടോ. ജോലി ചെയ്യുന്നതിന് മാത്രമായിരുന്നു അല്ലേ നമ്മൾ ഊർജം ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും നാം ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ എത്രയോ ഇരട്ടി ജോലി ചെയ്യാമായിരുന്നു. എന്താ ചെയ്യാൻ പറ്റാണ്ട് പോകുന്നത്? നമ്മളുടെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ അല്ലേ, അനാവശ്യമായിട്ട് നമ്മൾ ഊർജം കളയുന്നത് എവിടെയാ? നമ്മളുടെ ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, ടെൻഷൻസ്, ഇതൊക്കെയാണ് നമ്മളുടെ ഊർജം പാഴാക്കി കളയുന്നത്. വൈരാഗ്യം, ദേഷ്യം, തിടുക്കം, ഭയങ്കര ഹറിബറിയാവുക, പേടി, സംശയം എന്നിവയൊക്കെയുള്ള വളരെയേറെ നമ്മൾ ഊർജം നഷ്ടപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ. എന്നിട്ടും നമ്മൾ എന്താ ചെയ്യുക? ദിവസവും ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് നമ്മളെ പിടികൂടിക്കൊണ്ടേയിരിക്കും. അതിന് നമ്മൾ ബോധപൂർവ്വം നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയാണ്, നീ എൻ്റെ കൂടെ ഇരുന്നോ എന്ന് പറയും. അല്ല, എനിക്ക് വേണ്ടാന്ന് നമ്മൾ വെക്കില്ലാലോ. എന്നാൽ നമ്മുടെ ശ്രദ്ധയ്ക്ക് വിഷയമാകുന്ന എന്ത് കാര്യങ്ങളും അത് നമ്മുടെ ഊർജം ചോർത്തിക്കളയുകയാണ് ചെയ്യുക. കണ്ണുകളിലൂടെയും മറ്റ് ഇന്ദ്രിയങ്ങളിലൂടെയും നാം നമ്മുടെ ഊർജം നഷ്ടപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ എനിക്ക് എപ്പോഴും വളരെ ഊർജം നഷ്ടപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം റീൽസ് കാണൽ. സോഷ്യൽ മീഡിയ വന്നതോടുകൂടി നമ്മളുടെ സമയം ഇത് എത്ര നേരം നമ്മൾ തന്നെ വിചാരിക്കണം, ഞാൻ ഇത്ര നേരം ഫോൺ യൂസ് ചെയ്യുള്ളൂ, അത്ര നേരം മതി എന്ന് വെക്കാൻ നമുക്ക് പറ്റണം അല്ലേ. ഇത് ഇരുന്നാൽ പിന്നെ അയ്യോ ഊണഴിക്കാറായോ, കാലത്തിരിക്കുകയായിരിക്കും, അയ്യോ ഊണഴിക്കാറായോ എന്നുള്ള ചിന്തയിലേക്ക് എത്തുമ്പോൾ നമ്മൾ നമ്മുടെ കണ്ണുകളിലൂടെയും കൈകളിൻ്റെ അല്ലേ വിരൽ, അതൊക്കെ നമ്മളുടെ ഊർജത്തിനെ നമ്മൾ വേറെ രീതിയിൽ ഊർജം നഷ്ടപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മളുടെ ജിജ്ഞാസ മൂലമോ മറ്റു കാരണങ്ങളാലോ അങ്ങിങ്ങ് നോക്കുമ്പോഴൊക്കെ നമ്മുടെ ഊർജം വളരെയധികം നഷ്ടപ്പെടുന്നുണ്ട്. അത് അറിഞ്ഞിരുന്നത് കൊണ്ടാണ് ഈ ധ്യാനിക്കുന്ന സമയങ്ങളിൽ മൂക്കിൻ്റെ തുമ്പത്തേക്ക് നിങ്ങൾ നോട്ടമുറപ്പിക്കാൻ പണ്ടുള്ള ഗുരുക്കന്മാരൊക്കെ തങ്ങളുടെ ശിഷ്യഗണങ്ങളെ ഉപദേശിച്ചിരുന്നത് ഇതുകൊണ്ടായിരുന്നിരിക്കും. ഒരൊറ്റ കാര്യത്തിൽ മാത്രം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതൊന്ന് ശീലിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് ഇന്നത്തേക്കാൾ എത്രയോ ഇരട്ടി സന്തോഷകരമായിട്ടുള്ള, നമ്മളുടെ സ്വപ്നതുല്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹ സാധീകരണത്തിനുള്ള ഒരു ജീവിതവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മനുഷ്യനുമായി തീരാമായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഇതെല്ലാം നിങ്ങൾ കേട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, തലവേദനയുടെ കാര്യം, ഇതൊക്കെ നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. മറ്റുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ആത്യന്തമായിട്ട് പഠിക്കാണ്ടേ ഇറങ്ങിത്തിരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ നമ്മൾ വേറൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചാക്രിക നിയമം എന്നുള്ളത്? എന്താണ് ചാക്രിക നിയമം? ഈ ലോകത്തിലുള്ള എല്ലാം ചാക്രിക നിയമത്തിന് വിധേയമായിട്ടിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 24 മണിക്കൂറിലൊരിക്കൽ രാവും പകലും സൃഷ്ടിച്ചുകൊണ്ട് ഭൂമി തൻ്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഋതുക്കളെ സൃഷ്ടിച്ചുകൊണ്ട് 365 ദിവസത്തിലൊരിക്കൽ അത് സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്നു. വിത്തുകൾ മുളച്ചു പൊങ്ങി ചെടികളും വൃക്ഷങ്ങളും ഉണ്ടാകുന്നു. പിന്നെ അതെല്ലാം ഉണങ്ങി നശിച്ചു പോവുക. അതുതന്നെ മനുഷ്യരുടെയും മറ്റെല്ലാ ജീവജാലങ്ങളുടെയും അവസ്ഥ. നമുക്കും നമ്മളുടേതായിട്ടുള്ള ചക്രങ്ങളുണ്ട്. പക്ഷേ
ഭൂമിയിൽ നിന്നും മറ്റു ജീവജാലങ്ങളിൽ നിന്നും വിഭിന്നമായി നമുക്ക് വലിയ ഒരു അളവ് വരെ സ്വന്തം ജീവിതഗതിയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് അല്ലേ. വിധിയുടെ ഈ പറയുന്ന താന്തോന്നിത്തരങ്ങൾക്ക് നാം അടിമകളാകേണ്ട ആവശ്യമില്ല. സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുമെന്നതിനാൽ മറ്റെല്ലാ ജീവജാലങ്ങളിൽ നിന്നും നാം വിഭിന്നരായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ചാക്രിക നിയമത്തിനെ പറ്റിയിട്ട് നമുക്ക് വളരെ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം. വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും ചാക്രിക നിയമം. കലണ്ടറും പെന്നും പുസ്തകമൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടൊന്ന് മെനക്കെട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇത്രയും നേരം എന്നെ കണ്ടും കേട്ടും ഇരുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.